നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാന സ്കൂൾ കലോത്സവം വേദികളിൽ നിശ്ചിത സമയത്തിന് ഹാജരാകാത്തവരെ ഒഴിവാക്കാൻ നിർബന്ധിതമാകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സമയക്രമം പാലിക്കാത്തവരെ അയോഗ്യരാക്കാൻ ഉന്നത കമ്മിറ്റി തീരുമാനം. മന്ത്രി ഉദ്ഘാടനം ചെയ്യേണ്ട പാലത്തിന്റെ ശിലാഫലക അനാച്ഛാദനം മറ്റാരോ നിർവഹിച്ചു. അലയമൺ ഗ്രാമപഞ്ചായത്തിലെ പുഞ്ചക്കോണം കടവറം പാലം ശിലാഫലകമാണ് മന്ത്രി എത്തും മുമ്പേ അനാച്ഛാദനം ചെയ്തത്. മന്ത്രി ജെ ചിഞ്ചുറാണിയെ കാത്തിരുന്നത് അനാച്ഛാദനം ചെയ്ത ശിലാഫലകം. കൃത്യത കൃഷിക്ക് ചവറയിൽ തുടക്കമായി. കൃഷിവകുപ്പ്, ഹോർട്ടിക്കൾച്ചർ മിഷൻ എന്നിവ സംയുക്തമായാണ് കൃഷിക്ക് തുടക്കം കുറിച്ചത്. പച്ചക്കറികൾ, വാഴ എന്നിവയാണ് കൃഷി ചെയ്യുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ നിശ്ചിത സമയത്തിന് ഹാജരാകാത്തവരെ ഒഴിവാക്കാൻ നിർബന്ധിതമാകുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. സമയക്രമം പാലിക്കാത്തവരെ അയോഗ്യരാക്കാനാണ് ഉന്നത കമ്മിറ്റി തീരുമാനം. അപ്പീലുകളുടെ ആധിക്യവും കുട്ടികൾ വേദിയിലെത്താൻ വൈകുന്നതും മത്സരങ്ങൾ വൈകുന്നതിന് ഇടയാക്കുന്നു. മത്സരങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് കുട്ടികൾ വേദിയിൽ സമയത്തിനെത്തിയെന്ന് ജില്ലാ കോർഡിനേറ്റർമാർ ഉറപ്പുവരുത്തണം. ഒന്നിലധികം മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ അസൗകര്യവും ബുദ്ധിമുട്ടും ഒഴിവാക്കാൻ ക്ലസ്റ്ററിൽ ക്രമീകരണം നടത്തും. അതിനായി നേരത്തെ ക്ലാസ് ലിസ്റ്റ് തയ്യാറാക്കി കുട്ടികളെ അറിയിക്കും. പ്രോഗ്രാം കമ്മിറ്റി കൺവീനറും 14 ജില്ലാ കോർഡിനേറ്റർമാരും തമ്മിലുള്ള ആശയവിനിമയം സുഗമമാക്കാൻ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാനും അതുവഴി നിർദ്ദേശങ്ങൾ കൃത്യമായി വിനിമയം ചെയ്യാനും തീരുമാനിച്ചു. മത്സരഫലങ്ങൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ വിജയികൾക്ക് മൊമെന്റോ വിതരണം ചെയ്യും. സമാപന ദിവസം ഉച്ചയ്ക്ക് 1 മണിക്ക് മത്സരങ്ങൾ പൂർത്തിയാക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. പിന്നെ അവിടെ അരമണിക്കൂർ താമസിച്ചാണ് നമുക്ക് മത്സരം ആരംഭിക്കേണ്ടത്. ഒരു സ്ഥലത്ത് അരമണിക്കൂർ താമസിച്ച് മത്സരം ആരംഭിക്കുന്നു പറഞ്ഞാൽ അത് അവിടെ മുഴുവൻ പത്രക്കാരും ഒക്കെ കേട്ടുകൊണ്ടിരിക്കണം. അതിന്റെ മത്സരങ്ങളിൽ ഒരുപാട് താമസിച്ചാണ് ആരംഭിക്കുന്നത്. മത്സരത്തിന് സമയത്തിന് കാൻഡിഡേറ്റ്സിനെ എത്തിക്കുന്ന കാര്യത്തിൽ 9:30 മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത്. അതിന് എത്ര സമയത്തിന് മുമ്പാണോ അത് ഓരോ കാൻഡിഡേറ്റ്സും തീരുമാനിക്കേണ്ടതാണ്. വേഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ വരേണ്ടത്. അതിന്റെ ചുമതല ജില്ലയിൽ നിന്നുള്ള ജില്ലാ ലീഡർമാർ. വേദികളിലേക്കുള്ള യാത്ര എളുപ്പമാക്കാൻ സൗജന്യ ഓട്ടോ സേവനം പ്രയോജനപ്പെടുത്താം. മത്സരങ്ങൾ നല്ല നിലയിൽ പുരോഗമിക്കുന്നതായും കുട്ടികൾ സന്തുഷ്ടരാണെന്നും മന്ത്രി അവകാശപ്പെട്ടു. യോഗത്തിൽ ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ, MLA-മാരായ M മുകേഷ്, M നൌഷാദ്, കോവൂർ കുഞ്ഞുമോൻ, 14 ജില്ലകളിലെയും കോർഡിനേറ്റർമാരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് PS അനുതാജിനും സഹഭാരവാഹികൾക്കും ശൂരനാട് സ്വീകരണം നൽകി. കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് തെക്കേമുറി ഹൈസ്കൂൾ ജംഗ്ഷനിൽ സ്വീകരണം നൽകിയത്. പൊതുസമ്മേളനം കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് PS അനുതാജിനും സഹഭാരവാഹികൾക്കും സ്വീകരണം നൽകി. കോൺഗ്രസ് ഷൂർനാട് വടക്ക് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഷൂർനാട് തെക്കേമുറി ഹൈസ്കൂൾ ജംഗ്ഷനിലായിരുന്നു സ്വീകരണം. ഇതോടനുബന്ധിച്ച് റാലിയും നടന്നു. പൊതുസമ്മേളനം കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്തു. എപ്പോഴൊക്കെ ശക്തി പ്രാപിച്ചിട്ടുണ്ടോ, കോൺഗ്രസ് എപ്പോഴൊക്കെ ഭരണത്തിൽ വന്നിട്ടുണ്ടോ, ആ ഭരണത്തിലേക്ക് വരുവാനുള്ള ചാലക ശക്തിയായി എക്കാലവും മാറിയിട്ടുള്ളത് കേരളത്തിലെ യൂത്ത് കോൺഗ്രസും KSUമാണ്. അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസ് ശക്തിപ്പെടുമ്പോൾ കോൺഗ്രസ് ശക്തിപ്പെടും, KSU ശക്തിപ്പെടുമ്പോൾ കോൺഗ്രസ് വിജയിക്കും. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം, എന്റെ മുന്നിൽ നിൽക്കുന്ന ചെറുപ്പക്കാർ, വിദ്യാർത്ഥികളായ KSUക്കാർ, എന്റെ മുന്നിൽ നിൽക്കുന്ന ചെറുപ്പക്കാരായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, നിങ്ങളുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ്. കേന്ദ്രത്തിൽ നമ്മൾ പ്രതിപക്ഷത്താണ്. കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടത്തെ താഴെ ഇറക്കുവാൻ, കേരളത്തിൽ അക്രമവും അരാജകത്വം സൃഷ്ടിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്തെ ധിക്കാരപൂർവ്വം രാഷ്ട്രീയത്തോടുകൂടി ഭരണം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഈ 2 ഭരണകൂടങ്ങളെ താഴെ ഇറക്കുവാനുള്ള അതിശക്തമായ പോരാട്ടമാണ് കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്നത്. ശൂരനാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് R നളിനാക്ഷൻ അധ്യക്ഷത വഹിച്ചു.
കുന്നത്തൂർ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KP റഷീദ് ആമുഖ പ്രഭാഷണം നടത്തി. DCC പ്രസിഡന്റ് P രാജേന്ദ്ര പ്രസാദ്, AICC സെക്രട്ടറി PC വിഷ്ണുനാഥ് MLA, INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ, CR മഹേഷ് MLA, കാരക്കാട്ടനിൽ പ്രസിഡന്റ് വില്ലാടൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. ദേവികുളങ്ങര പമ്പ് ഹൗസിന്റെ കുഴൽക്കിണർ ഉപയോഗശൂന്യമായി. ഇതേ തുടർന്ന് ഗ്രാമപഞ്ചായത്തിലെ 2 വാർഡുകളിൽ കുടിവെള്ള വിതരണം നിലച്ചു. ഗ്രാമപഞ്ചായത്ത് വാട്ടർ അതോറിറ്റിയിൽ നിന്നും വാർഡുകളിലേക്ക് ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിച്ചു തുടങ്ങി. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ ദേവികുളങ്ങര പമ്പ് ഹൗസിലെ കുഴൽക്കിണറാണ് ഉപയോഗശൂന്യമായത്. ഇതോടെയാണ് 2 വാർഡുകളിൽ കുടിവെള്ള വിതരണം നിലച്ചത്. 9, 10 വാർഡുകളിലായിരുന്നു കുടിവെള്ള വിതരണം നിലച്ചത്. ഇതേ തുടർന്ന് പഞ്ചായത്ത് കമ്മിറ്റി അടിയന്തരമായി ചേർന്ന് വാട്ടർ അതോറിറ്റിയിൽ നിന്നും ടാങ്കറിൽ കുടിവെള്ളം വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ ടാങ്കറിൽ കുടിവെള്ള വിതരണം ആരംഭിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S പവനനാഥൻ ടാങ്കറിലുള്ള കുടിവെള്ള വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ ആ ട്യൂബലും പമ്പും എല്ലാം നന്നാക്കാമെന്നാണ് ധരിച്ചത്. 3-4 ദിവസം നമ്മൾ അതിൻ്റെ ഒരു പരിശ്രമം നടത്തി നോക്കിയപ്പം അത് പരിഹരിക്കാൻ കഴിയുന്നില്ല. പുതിയ ട്യൂബലൊക്കെ അടിക്കുക എന്ന് പറയുന്നത് ഇനി കുറേ സമയമെടുക്കും. അപ്പം നാട്ടുകാർക്ക് വെള്ളം ഇല്ലാത്തൊരു സ്ഥിതിയായി. അതുകൊണ്ട് അടിയന്തരമായി ദേവികുളങ്ങര പഞ്ചായത്ത് കമ്മിറ്റി ഈ കുടിവെള്ളത്തിൻ്റെ അജണ്ട വെച്ചുകൊണ്ട് യോഗം കൂടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി കളക്ടറുമായിട്ടും വാട്ടർ അതോറിറ്റിയായിട്ടും ബന്ധപ്പെട്ട് നമ്മൾ സാങ്ഷൻ മേടിച്ചു. GPS ഘടിപ്പിച്ച ടാങ്കറിലെ നമുക്ക് വെള്ളം കൊടുക്കാൻ പറ്റത്തുള്ളൂ. ആ കൊടുക്കുന്ന വെള്ളം തന്നെ വാട്ടർ അതോറിറ്റിയുടെ ജലസ്രോതസ്സിൽ നിന്ന് മാത്രമേ വെള്ളം നമുക്ക് നാട്ടുകാർക്ക് തരാൻ പറ്റത്തുള്ളൂ. ശുദ്ധീകരിച്ച വെള്ളമേ തരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇന്നലെ നമ്മൾ ടെൻഡർ ഉള്ള ടാങ്കർ ലോറിയുടെ ഉടമയുമായിട്ട് ബന്ധപ്പെട്ടു. ഇന്നലെ ദേവികുളങ്ങര പഞ്ചായത്തിൽ അതിൻ്റെ അഗ്രിമെൻ്റ് വെച്ചു. വാട്ടർ അതോറിറ്റിക്ക് കത്ത് കൊടുത്തു. ആ കത്ത് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ മുതൽ നമ്മൾ നാട്ടുകാർക്കാകെ തന്നെ കുടിവെള്ളം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി ഇന്ന് ആരംഭിക്കുകയാണ്. എല്ലാവർക്കും നല്ല വെള്ളം തരാനുള്ള ആവശ്യാനുസരണം. വൈസ് പ്രസിഡന്റ് നീതു ശൈലജ, S രേഖ, രജനി ബിജു, ലീന, ശ്രീലത, സുഭാഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. മന്ത്രി ഉദ്ഘാടനം ചെയ്യേണ്ട പാലം ശിലാഫലക അനാച്ഛാദനം മറ്റാരോ നിർവഹിച്ചത് വിവാദമാകുന്നു. അഞ്ചൽ അലയമൺ ഗ്രാമപഞ്ചായത്തിലെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കിയ പുഞ്ചക്കോണം കടവറം പാലം ശിലാഫലകം അനാച്ഛാദനം ചെയ്യാനെത്തിയ മന്ത്രി J ചിഞ്ചുറാണിയെ കാത്തിരുന്നത് അനാച്ഛാദനം ചെയ്ത ശിലാഫലകമാണ്. എന്ത് ചെയ്യണമെന്ന് കരുതി നിന്ന മന്ത്രി J ചിഞ്ചുറാണി പിന്നെ കണ്ടത് സംഘാടകരിൽ ഒരാൾ എവിടെ നിന്നോ തുണിയുമായി ഓടിയെത്തി അനാച്ഛാദനം ചെയ്യേണ്ടിയിരുന്ന ശിലാഫലകം മറയ്ക്കുന്നതാണ്. സംഘാടകരുടെ വീഴ്ച മൂലമാണ് ശിലാഫലകത്തിന് തുണിയിട്ട് മറയ്ക്കാൻ കഴിയാഞ്ഞതെന്നാണ് വിവരം. സമയത്തെത്തിയ മന്ത്രിക്ക് അരമണിക്കൂറോളം ഇതിനായി പാലത്തിന് സമീപത്ത് കാത്തുനിൽക്കേണ്ട അവസ്ഥയുമുണ്ടായി. CPM ഭരിക്കുന്ന അലയമൺ ഗ്രാമപഞ്ചായത്തിലെ ഉദ്ഘാടന പരിപാടിക്കെത്തിയ CPI മന്ത്രിക്ക് സംഘാടകരുടെ അവഗണന നേരിടേണ്ടി വന്നത് വിവാദത്തിലായിരിക്കുകയാണ്. CPM മന്ത്രിയാണ് ഉദ്ഘാടനത്തിന് എത്തിയതെങ്കിൽ ഇത്തരത്തിൽ വീഴ്ച വരുത്തിയ സംഘാടകർക്കെതിരെ പാർട്ടി നടപടി ഉണ്ടാകുമായിരുന്നു. അലയമൺ ഗ്രാമപഞ്ചായത്തിലെ CPI ജനപ്രതിനിധികൾ സംഭവം കണ്ടുനിന്നതല്ലാതെ പ്രതികരിച്ചില്ല. സംഘാടകരുടെ വീഴ്ച മൂലം മന്ത്രി അരമണിക്കൂറോളം കാത്തുനിന്ന ശേഷമാണ് നിർമ്മാണം പൂർത്തിയാക്കിയ പുഞ്ചക്കോണം കടവറം പാലത്തിന്റെ ശിലാഫലകം അനാച്ഛാദനം ചെയ്തത്. അപകട ഭീഷണിയിലായ പാലം പുനർനിർമ്മിക്കാൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപയാണ് മന്ത്രി J ചിഞ്ചുറാണി അനുവദിച്ചത്. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അസീന മനാഫ് അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് G പ്രമോദ്, ജനപ്രതിനിധികളായ മുരളി, ജയശ്രീ, ശോഭ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ ചവറ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. സംഘപരിവാർ പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കുന്നെന്നാരോപിച്ച് ആയിരുന്നു മാർച്ച്. BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് ഉദ്ഘാടനം ചെയ്തു. സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ചവറ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. ചവറ പോലീസ് സ്റ്റേഷൻ SFI, DYFI ഗുണ്ടാ താവളങ്ങളാക്കിയെന്നും സംഘപരിവാർ പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കിയെന്നും സംഘവിവിധ ക്ഷേത്ര സംഘടനകൾ കൊടുക്കുന്ന പരാതികളിൽ തെളിവുണ്ടായിട്ടും കേസ് എടുക്കുന്നില്ലെന്നും ആരോപിച്ചാണ് ചവറയിലെ സംഘപരിവാർ പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചത്. നല്ലെഴുത്തുമുക്കിൽ നിന്നും ആരംഭിച്ച മാർച്ച് സ്റ്റേഷന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന യോഗം BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ചവറ പോലീസിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളുടെ തലയിൽ വെച്ചിരിക്കുന്ന അശോക ചക്രം വലിച്ചിരിക്കുന്ന തൊപ്പിയും നിങ്ങളുടെ കോട്ടിൽ വെച്ചിരിക്കുന്ന സ്റ്റാറും നിങ്ങളിട്ടിരിക്കുന്ന യൂണിഫോമും നിങ്ങൾ മാസം മാസം എണ്ണി വാങ്ങുന്ന ശമ്പളവും ഒക്കെ തരുന്നത് ഈ ചവറയിലെ SDPI കാരണം, പോപ്പുലർ ഫ്രണ്ട് കാരണം, അതോടൊപ്പം തന്നെ ആഭാസന്മാരായിട്ടുള്ള SFI-കാരുമല്ല എന്ന് ഇവിടത്തെ മാന്യതയും അതോടൊപ്പം തന്നെ അന്തസ്സുമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കണമെന്നാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. 30ഓളം പ്രവർത്തകർ, ഒരു മെലിഞ്ഞ ഒരു പാവപ്പെട്ട പയ്യൻ,
അവിടുത്തെ വിദ്യാർത്ഥികളുടെ ഹൃദയം കവർന്ന ഒരു പൊതുപ്രവർത്തകൻ ആ പൊതുപ്രവർത്തകരെ വളഞ്ഞിട്ട് കല്ലിനിടിക്കുമ്പോൾ, ആ പൊതുപ്രവർത്തകരെ വളഞ്ഞിട്ട് ചവിട്ടുമ്പോൾ ഞങ്ങൾ ആരുടെ മുമ്പിലാണ് പോലീസ് നീതിക്ക് വേണ്ടി പോകേണ്ടത്? ഞങ്ങൾ ആരുടെ മുമ്പിലാണ് നീതിക്ക് വേണ്ടി പോകേണ്ടത്? ജി ജയറാം, ABVP സംസ്ഥാന സെക്രട്ടറി ഈശ്വർ പ്രസാദ്, എസ് പ്രശാന്ത്, വെറ്റമുക്ക് സോമൻ, MS ശ്രീകുമാർ, തേവലക്കര ജയൻ, മാമ്പുഴ ശ്രീകുമാർ, എസ് കണ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. മുമ്പെങ്ങും ഇല്ലാത്തവണ്ണം ആ കോളേജിനെ ഇപ്പോൾ പാർട്ടി ഓഫീസാക്കി SFIയുടെ ഏരിയ കമ്മിറ്റി ഓഫീസ് എന്നുള്ള നിലയിലേക്ക് അവർ മാറ്റിയിരിക്കുകയാണ്. അതിനൊത്തു നിൽക്കുകയാണ് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ മുഴുവൻ. ഒരു യൂണിവേഴ്സിറ്റി കോളേജ് എങ്ങനെയാണോ തിരുവനന്തപുരത്ത് മറ്റുള്ള പ്രതിപക്ഷ സംഘടനകളെല്ലാം ബാൻ ചെയ്തുകൊണ്ട് അവരെങ്ങനെ അക്രമം കാണിച്ച് നിലനിൽക്കുന്നു, അത് മാതി ചവറ കോളേജിനെ ഇവര് SFIയും അതിനൊത്തു നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് ആ നിലയിലാക്കി എടുത്തിരിക്കുകയാണ്. ഒരൊറ്റ വിദ്യാർത്ഥി സംഘടനകൾക്ക് SFI അല്ലാതെ അവിടെ പ്രവർത്തിക്കാൻ അനുവാദമില്ല. അങ്ങനെ പ്രവർത്തിക്കുന്നവരെ അവർ മർദ്ദിക്കും. എസ് മന്മഥൻ, തേവലക്കര രാജീവ്, പരിമളം അപ്പു, രാമചന്ദ്രൻ പിള്ള, R മുരളീധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചവറ. കൃത്യത കൃഷിക്ക് ചവറയിൽ തുടക്കമായി. കൃഷി വകുപ്പ്, ഹോർട്ടിക്കൾച്ചർ മിഷൻ എന്നിവ സംയുക്തമായാണ് കൃഷിക്ക് തുടക്കം കുറിച്ചത്. പച്ചക്കറികൾ, വാഴ എന്നിവയാണ് കൃഷി ചെയ്യുന്നത്. ചവറയിൽ കൃത്യത കൃഷിക്ക് തുടക്കം കുറിച്ചു. ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കൃഷിവകുപ്പിന്റെയും ഹോർട്ടിക്കൾച്ചർ മിഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പച്ചക്കറി, വാഴ എന്നിവയുടെ കൃത്യത കൃഷി ആരംഭിച്ചത്. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ഉദ്ഘാടനം ചെയ്തു. നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കുകയാണ്, അത് നമുക്ക് സ്വന്തമായിട്ടും കഴിക്കാം. അതുപോലെ പഞ്ചായത്ത് വഴി, ഹോർട്ടിക്കോപ്പ് വഴിയൊക്കെ വിപണിയിലും എത്തിക്കാൻ സാധിക്കും. അത് ഉറപ്പിക്കുവാൻ നമുക്ക് സാധിക്കും. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറികളിലെല്ലാം കീടനാശിനി പ്രയോഗവും അതുപോലെ തന്നെ ഇത് സംരക്ഷിക്കുക, ചീത്തയാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിസർവേറ്റീവ്സും ഒക്കെ വെക്കുന്നതിനാൽ ഭക്ഷ്യയോഗ്യമല്ല എന്നുള്ളത് ഇതിനോടൊപ്പം തന്നെ നമ്മുടെ നാടറിഞ്ഞു കഴിഞ്ഞു. എങ്കിലും നമ്മളാരും കൃഷിയിലേക്ക് തിരിയുവാൻ നമ്മുടെ മടി നമ്മളെ അനുവദിക്കുന്നില്ല. അത് മാറണം. അതിന് നമുക്ക് വളരെ മാതൃകാപരമായിട്ടാണ് ശ്രീമതി രാധാ നായർ അവർ ഇങ്ങനെ നമ്മുടെ മുമ്പിലേക്ക് ഈ കൃഷിയെ പരിചയപ്പെടുത്തുന്നത്. ഏറ്റെടുത്തുകൊണ്ട് വിജയിപ്പിക്കുവാൻ വേണ്ടി വകുപ്പും അതുപോലെ തദ്ദേശ സ്ഥാപനങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടും എല്ലാം തന്നെ പൂർണ്ണ സഹകരണം ഉണ്ടാകുന്ന ഇത്തരണത്തിൽ വിനീതമായി പങ്കുവെച്ചുകൊണ്ട് ഇവിടുത്തെ ഈ RKVI റാഫ്റ്റർ ഫാമിൻ്റെ 2022-23 പദ്ധതി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് JR സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം CP സുധീഷ് കുമാർ മുഖ്യ അതിഥിയായിരുന്നു. കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ബീന ബോണിഫേസ് പദ്ധതി വിശദീകരിച്ചു. സോഫിയ സലാം, I ജയലക്ഷ്മി, RGG, S ഉഷാകുമാരി, GR ഗീത, N ത്രിവിക്രമക്കുറുപ്പ്, രാധാ നായർ, KB സൗമ്യ, കൃഷി ഓഫീസർ പ്രീജ ബാലൻ, TS ഷിബു തുടങ്ങിയവർ പങ്കെടുത്തു. പ്ലാസ്റ്റിക് മൾച്ചിങ് ആണ് ഇവിടെ ചെയ്യുന്നത്. പ്ലാസ്റ്റിക് മൾച്ചിങ് വിത്ത് ഡ്രിപ്പ്. അതായത് ഇത് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ മണ്ണിൽ അതിൻ്റെ ഈർപ്പം നിലനിൽക്കും. മണ്ണിൻ്റെ ആ സോയിൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുകൂടാതെ കളകൾ, വീഡ്സിൻ്റെ ഗ്രോത്ത് കുറയ്ക്കും. അപ്പോൾ ഇത്രയും ഗുണങ്ങളാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക് മൾച്ചിങ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ വളവും എല്ലാം കൃത്യമായ അളവിൽ നമുക്കത് ചെടിക്ക് കിട്ടുകയും നല്ല വളർച്ച ഉണ്ടാവുകയും മറ്റും നമ്മൾ സാധാരണ ചെയ്യുന്നതിനെക്കാട്ടിയും നല്ല രീതിയിലൊരു വളർച്ച നമുക്കിതിൽ കർഷകന് ഏറ്റവും ലാഭകരമായ രീതിയിൽ ഇത് ചെയ്യാൻ പറ്റും. ചവറ പുതുക്കാട് തെന്നേജത്ത് വീട്ടിൽ രാധാ നായരുടെ കൃഷിയിടത്തിലാണ് കൃത്യത കൃഷി നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, ചവറ. സൗജന്യ ഉച്ചഭക്ഷണ പദ്ധതിക്ക് തുടക്കമായി. കരുനാഗപ്പള്ളി ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി ആരംഭിച്ചത്. ഇതിന്റെ ഭാഗമായി കരുനാഗപ്പള്ളി നെഞ്ചുരോഗ ആശുപത്രിയിൽ ഭക്ഷണം വിതരണം ചെയ്തു. കരുനാഗപ്പള്ളി ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിലാണ് സൗജന്യ ഉച്ചഭക്ഷണ വിതരണ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. കരുനാഗപ്പള്ളി നെഞ്ചുരോഗ ആശുപത്രിയിൽ ഭക്ഷണം വിതരണം ചെയ്തു. അല്ലമീൻ സാധുജന സമിതി പ്രസിഡന്റ് വാണിയന്റയത്ത് നിസാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് ബോബൻജിനാഥ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ നഹാസ്, B മോഹൻദാസ്, P സോമരാജൻ, ചൂളൂർ ഷാനി, ശംഭു വേണുഗോപാൽ, റോസാനന്ദ്, R സനജൻ, ബിനോയ് കരിമ്പാലിൽ, ഷാഫി പള്ളിമുക്ക്, S മോളി, അമ്പിളി ശ്രീകുമാർ, അനില ബോബൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. കരുനാഗപ്പള്ളി നഗരസഭയിൽ വിവിധ സേവനങ്ങൾക്കായി ഇനി ജനങ്ങൾ ഓഫീസ് കയറി ഇറങ്ങണ്ട, എല്ലാം ഇനി ഓൺലൈനായി ലഭിക്കും. ഇതിനായുള്ള നഗരസഭയുടെ K-സ്മാർട്ട് ഉപഭോക്തൃ സേവന കേന്ദ്രം നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു നാടിന് സമർപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈൻ വഴി ലഭ്യമാക്കുന്നതാണ് K-സ്മാർട്ട് സംവിധാനം. ഇൻഫർമേഷൻ കേരള മിഷന്റെ സഹായത്തോടുകൂടി ജനുവരി മാസം 1 മുതൽ ഓൺലൈൻ സേവനങ്ങൾ ലഭ്യമാവുകയാണ്. പ്രാദേശിക സർക്കാരുകളെ കൂടുതൽ ജനകീയമാക്കുന്നതിന്, ജനസൗഹൃദമാക്കുന്നതിന് വേണ്ടിയാണ്
സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള അതിബൃഹത്തായ ഒരു ക്യാമ്പയിനാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇനി മുതൽ ജനങ്ങൾക്ക് അവരുടെ മൊബൈലിൽ നിന്നോ കമ്പ്യൂട്ടറിൽ നിന്നോ ആപ്ലിക്കേഷൻ അയച്ച് സേവനങ്ങൾ, നഗരസഭയുടെ എല്ലാ സേവനങ്ങളും ഓൺലൈനായിട്ട് ലഭ്യമാക്കുന്ന ഒരു അതിവിപ്ലവകരമായ ഒരു പദ്ധതിയാണ് നടപ്പാക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈൻ വഴി ലഭ്യമാക്കുന്ന കെ സ്മാർട്ട് സംവിധാനം ജനുവരി 1 മുതൽ സംസ്ഥാനത്തെ നഗരസഭകളിലും കോർപ്പറേഷനിലും നടപ്പിലാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായി ഉപഭോക്തൃ സഹായ കേന്ദ്രമാണ് കരുനാഗപ്പള്ളി നഗരസഭയിലും ആരംഭിച്ചത്. ഇനി മുതൽ നഗരസഭയിൽ നിന്നുള്ള എല്ലാ സേവനങ്ങളും പൊതുജനങ്ങൾക്ക് ഓൺലൈൻ വഴി ലഭ്യമാകുമെന്ന് അധികൃതർ അറിയിച്ചു. നഗരസഭാ സെക്രട്ടറി രാമാനുജൻ, കെ സ്മാർട്ട് സംവിധാനത്തിന്റെ നഗരസഭാ നോഡൽ ഓഫീസർ കെ സുശീന്ദ്രൻ, അസിസ്റ്റന്റ് നോഡൽ ഓഫീസർമാരായ CR ജയചന്ദ്രൻ, മുഹമ്മദ് ഷാഫി, നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷരായ പടിപ്പുര ലത്തീഫ്, M ശോഭന, റെജി ഫോട്ടോ പാർക്ക്, ഇന്ദുലേഖ, കൗൺസിലർമാരായ L ശ്രീലത, പുഷ്പാങ്കദൻ, ശാലിനി രാജീവ്, മുഹമ്മദ് മുസ്തഫ, സൂപ്രണ്ടുമാരായ ഗിരിജകുമാരി, രാജേഷ്, ഇൻഫർമേഷൻ കേരള മിഷൻ ജില്ലാ ടെക്നിക്കൽ ഓഫീസർ ജയ്മോൻ, ടെക്നിക്കൽ ഓഫീസർ സഹീർ അഹമ്മദ്, ഹെൽത്ത് സൂപ്പർവൈസർ മുഹമ്മദ് ഫൈസൽ, നഗരസഭ കെ സ്മാർട്ട് ചുമതലയുള്ള ടെക്നിക്കൽ അസിസ്റ്റന്റുമാർ, RGS കോർഡിനേറ്റർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന സ്കൂൾ കലോത്സവം വേദികളിൽ നിശ്ചിത സമയത്തിന് ഹാജരാകാത്തവരെ ഒഴിവാക്കാൻ നിർബന്ധിതമാകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സമയക്രമം പാലിക്കാത്തവരെ അയോഗ്യരാക്കാൻ ഉന്നത കമ്മിറ്റി തീരുമാനം. മന്ത്രി ഉദ്ഘാടനം ചെയ്യേണ്ട പാലത്തിന്റെ ശിലാഫലക അനാച്ഛാദനം മറ്റാരോ നിർവഹിച്ചു. അലേമൺ ഗ്രാമപഞ്ചായത്തിലെ പുഞ്ചക്കോണം കടവറം പാലം ശിലാഫലകമാണ് മന്ത്രി എത്തും മുമ്പേ അനാച്ഛാദനം ചെയ്തത്. മന്ത്രി ജെ ചിഞ്ചുറാണിയെ കാത്തിരുന്നത് അനാച്ഛാദനം ചെയ്ത ശിലാഫലകം. കൃത്യത കൃഷിക്ക് ചവറയിൽ തുടക്കമായി. കൃഷി വകുപ്പ്, ഹോർട്ടിക്കൾച്ചർ മിഷൻ എന്നിവ സംയുക്തമായാണ് കൃഷിക്ക് തുടക്കം കുറിച്ചത്. പച്ചക്കറികൾ, വാഴ എന്നിവയാണ് കൃഷി ചെയ്യുന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. സൗത്ത് വോയിസ് കൊല്ലം ജില്ലയിൽ തുടങ്ങുന്ന കേരള വിഷൻ ജില്ലാ ഡിസ്ട്രിബ്യൂഷനിലേക്കും ജില്ലാ ചാനലിലേക്കും ജില്ലയിലെ വിവിധ പ്രാദേശിക കേന്ദ്രങ്ങളിലായി ആരംഭിക്കുന്ന കൺസ്യൂമർ സ്റ്റോറുകളിലേക്കും താഴെ പറയുന്ന വിഭാഗത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. റിസപ്ഷനിസ്റ്റ്, ജനറൽ മാനേജർ, ടാക്സ് ഓർ ലീഗൽ അഡ്വൈസർ, ഓഫീസ് സെക്രട്ടറി, ഓഫീസ് സ്റ്റാഫ്, അക്കൗണ്ടന്റ്, സെയിൽസ് മാനേജർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ഫീൽഡ് സ്റ്റാഫ്, സ്റ്റോർ കീപ്പർ, ചാനൽ പ്രോഗ്രാം ഷെഡ്യൂളർ, കൺട്രോൾ റൂം ടെക്നീഷ്യൻ, വീഡിയോ എഡിറ്റർ, ക്യാമറാമാൻ, ന്യൂസ് എഡിറ്റർ, പ്രോഗ്രാം പ്രൊഡ്യൂസർ, പ്രോഗ്രാം ആങ്കർ, ഡ്രൈവർ. മുൻപരിചയമുള്ളവർക്ക് മുൻഗണന. കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ ചാനലിലെ സ്ക്രോളിംഗ് പരസ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു വിവരങ്ങൾക്ക് 7025017405